ചോറും ചപ്പാത്തിയും മാറ്റിവെച്ച് ഡയറ്റ് ചെയ്യുന്നവർക്കും അതുപോലെ ആരോഗ്യത്തോടെ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു സിമ്പിൾ ഹൈ പ്രോട്ടീൻ സാലഡ്, അതും 5 മിനിറ്റിൽ തയ്യാറാക്കാം. കൂടുതൽ പ്രോട്ടീനും ഫൈബറും അടങ്ങിയിരിക്കുന്നതിനാൽ ഏത് നേരവും കഴിക്കാം. ഒരുപാട് നേരം വിശക്കാതെ ഇരിക്കുകയും ചെയ്യും. എന്താ ഒരു സവോളയും ഒരു ടൊമാറ്റോയുമാണ് ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നത്. പിന്നെ നമ്മളുടെ കുക്കുംബറും, അത് ഞാൻ പകുതി കുക്കുംബർ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി സ്വീറ്റ് കോൺ ആണ് ചേർക്കുന്നത്. ഇതൊന്ന് പുഴുങ്ങിയ സ്വീറ്റ് കോൺ ആണേ, 1 കപ്പ് എടുക്കുന്നുണ്ട്. പ്രോട്ടീൻ ഇല്ലാതെ എന്ത് സാലഡല്ലേ. നമ്മൾ ഇതിലേക്കായി കുറച്ച് സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി 1/4 സ്പൂൺ വീതം ചാട്ട് മസാലയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ സോയ ചങ്ക്സ് ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഇനി നമ്മൾക്കിത് പതിയെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളുടെ സോയ ചങ്ക്സ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് കൊടുക്കാം. സാലഡ് ഏതാണെങ്കിലും അതിൻ്റെ ടേസ്റ്റ് മാറ്റുന്നത് അതിൽ ചേർക്കുന്ന ഡ്രസ്സിംഗ് ആണ്. ഇന്നൊരു കിഡിലൻ യോഗർട്ട് ഡ്രസ്സിംഗ് ആണ് തയ്യാറാക്കുന്നത്. 2 സ്പൂൺ യോഗർട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ ശർക്കരയാണ് ചേർത്തത്, ചെറിയൊരു മധുരത്തിന്. ഇനി 1 സ്പൂൺ ഒലിവ് ഓയിലും ആവശ്യത്തിന് ചില്ലി ഫ്ലേക്സും ചേർക്കാം. 1/4 സ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് ലെമൺ ജ്യൂസും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഈ സോയ ചങ്ക്സിൻ്റെ സാലഡിന് പകരം മുട്ട ചേർത്ത് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ 2 മുട്ട പുഴുങ്ങിയത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു അളവ് 2 പേർക്കുള്ളതാണ് കേട്ടോ. നമ്മളുടെ കിഡിലൻ ഡ്രസ്സിങ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മളുടെ സാലഡിലേക്ക് ചേർത്ത് കൊടുക്കാം. കാണാൻ തന്നെ നല്ല കളർഫുള്ളും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സുമുള്ള ഈ സാലഡ് വളരെ ടേസ്റ്റിയാണ്. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ്. സോയ ചങ്ക്സിന് പകരം കടലയോ മുട്ട പുഴുങ്ങിയതോ എന്ത് വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. സോയ ചങ്ക്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയോ അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ എടുത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെസിപ്പിയാണ്. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ആരോഗ്യത്തോടെ വയറ് കുറയ്ക്കാനും ഹെൽത്തിയായി വണ്ണം കുറയ്ക്കാനും ആഗ്രഹിക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സാലഡ് റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്താണേലും ഇഷ്ടമാകും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.